ചേച്ചി സുഖം തന്നെ? ഓ എന്തൊരു സുഖം, അങ്ങനെ പോണ്, അത്രയും പറയാം. ഒന്നുമില്ല ചേച്ചി, പറയണമെങ്കിൽ ഒരുപാടുണ്ട്. ഓ ഇവിടെ ഉണ്ട് മരുമോള്. ഓ ഒരു ഗുണവും ഇല്ല, എന്തോ സാധനമുണ്ട്. ഓ ആ വിഷമമൊന്നുമില്ല, എനിക്ക് എന്ത് ചെയ്യാൻ, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, അത്ര തന്നെ. വിധിയെ നമുക്ക് തടുക്കാൻ പറ്റൂലല്ലോ. ഓ ചേച്ചിക്കൊന്നും പറയാൻ പറ്റൂല, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഒന്നും സഹായിക്കൂല ചേച്ചി, ഒരു വാക്ക് ചെയ്ത് തരൂല, അടുക്കളയിലോട്ടേ കയറൂല. ഏത് നേരവും മൊബൈലിലും കുത്തിയിരിക്കും. എന്തൊരു തപ്പണമെന്ന് എനിക്കറിഞ്ഞൂല. ഏത് നേരവും മൊബൈലിനകത്ത് തന്നെ, ഏത് നേരം നോക്കിയാലും ഞാൻ എപ്പം വന്ന് നോക്കിയാലും ഒന്നേ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങും. ഞാൻ പറയും എടി നീ വല്ലയിടത്തും എന്തെങ്കിലും വന്ന് ചെയ്തതാന്ന് പറഞ്ഞാൽ അവൾ അങ്ങോട്ട് വരേറിയില്ല, തിരിഞ്ഞു നോക്കാറില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇത്തിരി അരിഞ്ഞു ഉറക്കി തരാൻ പോലും വയ്യ, ഒന്നിനും വയ്യ, അരിയാനും വയ്യ, തൂക്കാനും വയ്യ, തുടയ്ക്കാനും വയ്യ. ഏത് നേരവും ഉറക്കം. ഈ വീട് മുടിഞ്ഞു പോകില്ല ഇങ്ങനെ ഇടന്ന് ഉറങ്ങി. എന്ത് പറയാനാണ്? എല്ലാ ജോലിയും ഞാൻ തന്നെ ഇപ്പം ചെയ്യണം ചേച്ചി. എനിക്ക് ഒരു റെസ്റ്റും ഇല്ല. ഓ എൻ്റെ നട്ടലൊക്കെ ഒഴിഞ്ഞു, എടുക്കാൻ വയ്യ, ആശുപത്രിയിലോട്ടൊന്ന് പോവുകയും വേണം. ഓ പിന്നെ എൻ്റെ ചെറുക്കൻ എന്ത് ചെയ്യാൻ, എനിക്ക് കളയാൻ പറ്റില്ലല്ലോ. അവനെ നോക്കിയല്ലേ പറ്റും, പിന്നെ അവനുള്ള എല്ലാം ഉണ്ടാക്കി പറക്കി കൊടുക്കും, പാവം. ഓ ഒന്നും പറയണ്ട, ഉള്ളതിൽ പങ്കങ്ങ് വയ്ക്കും, അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ, ഒന്നും പറയാൻ പറ്റില്ല. തല തിരിഞ്ഞ് നമ്മൾ വല്ലതും കയറി ചെയ്താലല്ല, ദേഷ്യം, ഭയങ്കര ദേഷ്യം. എന്തെങ്കിലും പറയുകയാണെങ്കിൽ ദേഷ്യവും മുമ്പോ എന്തൊരു ദേഷ്യവും തോന്നും. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അവിടുത്തെ ദേഷ്യപ്പെട്ട് ഇനി വല്ലതും കയറി ചെയ്താൽ ഇനി എൻ്റെ തല എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകൂലേ. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടൂല.